ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള ലെതർ ബാഗ് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പാണ്. അപ്പം ഇതിനെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വെക്കുകയോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കഴുകുകയോ ഒന്നും വേണ്ട. അതുപോലെ സോപ്പൊന്നും ഉപയോഗിക്കേണ്ട. നമ്മൾ പെട്ടെന്ന് പോകാൻ നേരത്താണെങ്കിൽ പോലും എന്തെങ്കിലും അഴുക്കൊക്കെ ബാഗിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തുടച്ച് മാറ്റാനുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു മിശ്രിതം ഉണ്ടാക്കണം, അതായത് ഒരു പേസ്റ്റ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ നമ്മൾ സാധാരണ ആഹാരത്തിലേക്ക് ഉപയോഗിക്കുന്ന അതേ ബേക്കിംഗ് സോഡ തന്നെയാണ്. അപ്പം ഇനി വേണ്ടത് ഉപ്പാണ്. ഉപ്പ് ഞാനിവിടെ ഒരു ഹാഫ് ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം ബേക്കിംഗ് സോഡയുടെ കൂടെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മൾ സാധാരണ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു പേസ്റ്റാണ് ഇതിന് നല്ലത്. ജെൽ ഫോമിലുള്ളതൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ ഇത് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടില്ല. വൈറ്റ് ഫോമിലുള്ളതാവുമ്പോൾ കുറച്ച് നല്ലതാണ്. അപ്പം അതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ബേക്കിംഗ് സോഡയും ഉപ്പും ഈ ഒരു പേസ്റ്റും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അതെല്ലാ ഭാഗത്തും ഒരുപോലെ മിക്സായിട്ട് കിട്ടണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒരുപാട് ഒഴിക്കരുത് കേട്ടോ. വളരെ ഒരു ടീസ്പൂണൊക്കെ മതി വെള്ളം. അപ്പോൾ തന്നെ അത് കുറച്ച് ലൂസായി കിട്ടും. ഒരുപാടായിപ്പോയാൽ പിന്നെ ബാഗൊക്കെ ആകെ നനഞ്ഞിട്ട് പിന്നെ നമ്മളത് ഉണക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കാതിരുന്നാൽ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാൻ നേരത്ത് തന്നെ എന്തെങ്കിലും അഴുക്കൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ലെതർ ബാഗൊക്കെ ആണെങ്കിൽ എപ്പോഴും കഴുകുന്നതൊന്നും നല്ലതല്ലല്ലോ, പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഇത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പേസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ടൂത്ത് ബ്രഷും കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഏതെങ്കിലും ടവൽ ഉണ്ടെങ്കിൽ ടവൽ വെച്ചിട്ടും ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഈ അഴുക്കൊക്കെ ഉള്ള ഭാഗങ്ങളിലേക്ക് ഈ ഒരു പേസ്റ്റ് പിടിപ്പിക്കുവാണ്. ഇപ്പോൾ ഈ ബാഗിൽ ഒരുപാട് അങ്ങ് അഴുക്കില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. പക്ഷേ കൂടുതൽ അഴുക്കുള്ളത് ആ സിബിൻ്റെ ഭാഗമില്ലേ, അവിടെയാണ് കുറച്ച് കറുത്തിരിക്കുന്നത്. അപ്പം അഴുക്കുള്ള ഭാഗം എവിടെയെന്ന് വെച്ചാൽ അവിടെ മാത്രം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമേ വരുള്ളൂ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ. പിന്നെ ആകെ ഒന്ന് നനഞ്ഞിട്ട് നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം എടുക്കുകയൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ തുടച്ചെടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ആ അഴുക്കുള്ള ബാഗ് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഉരയ്ക്കൊന്നും വേണ്ട. ഇങ്ങനെയുള്ള ബാഗുകൾ ഉരച്ചൊക്കെ കഴുകിയാൽ പെട്ടെന്ന് ചീത്തയായി പോവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ പല്ലൊക്കെ ബ്രഷ് ചെയ്യില്ലേ, അതുപോലെ മാത്രം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം തന്നെ കാണാൻ പറ്റും അഴുക്ക് ഇങ്ങനെ ഇളകിയിരിക്കുന്നത്. ഇനി ഇതൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് ആദ്യം ഒന്ന് തുടച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതിയാവും. തുടച്ചെടുക്കുമ്പോൾ തന്നെ അഴുക്കെല്ലാം ടിഷ്യൂ പേപ്പറിൽ പിടിച്ചിട്ട് ഇനി വരും. ഒരു നനവും കൂടെ ഉള്ളതുകൊണ്ട് പിടിച്ചിഞ്ഞ് വരും. പിന്നെ നമ്മൾ ഇപ്പോൾ ടിഷ്യൂ പേപ്പറൊക്കെ ഇവിടെ ഒന്ന് പറ്റിയൊക്കെ ഇരിപ്പുണ്ട്. അത് പിന്നെ ഒന്ന് ഒരു ടവൽ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ടൈറ്റായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. കണ്ടോ, അപ്പോൾ ആ ഒരു ഭാഗം കണ്ടോ, നമ്മൾ കുറച്ച് ഭാഗത്ത് മാത്രമേ തേച്ചിട്ടുള്ളൂ. ആ ഒരു ഭാഗം നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്, നല്ല പുതിയതുപോലെ. ഇപ്പോൾ നമ്മൾ വെള്ള കളർ ബാഗൊക്കെ ആണെങ്കിൽ തന്നെ നല്ല പുതിയതുപോലെ ആയി കിട്ടും ഇങ്ങനെ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഞാനിപ്പം ആ ഒരു ഫ്രണ്ട് ഭാഗം മാത്രമാണ് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തിരിക്കുന്നത്, ബാക്ക് ഭാഗം ക്ലീൻ ചെയ്തിട്ടില്ല. എന്നിട്ട് പോലെ നല്ല പുതിയതുപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പോലെ തന്നെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ബാഗ് നനയത്തുമില്ല, ഒരുപാട് ഉണക്കാനൊന്നും വെക്കണ്ട. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഫാനിൻ്റെ മുമ്പ് ഒന്ന് വെച്ചാൽ മതിയാവും. നന്നായിട്ടിത് ഉണങ്ങി കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ നല്ല കൂടിയ ബാഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.